വേങ്ങര 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. നമുക്കുള്ള സാധ്യത ധാരാളമുണ്ട്. 70% പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ്. നമുക്കുള്ള ധാരാളം സാധ്യത നമ്മളെല്ലാവരും, അതിൽ ഭരണകക്ഷി പ്രതിപക്ഷമൊന്നുമില്ല, എല്ലാവരും കുറ്റക്കാരാണ്, ഞാനടക്കം കുറ്റക്കാരാണ്. വെച്ചാൽ നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. 3000 TMC വെള്ളമുണ്ട്. നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്നുണ്ട്? കൃഷിക്കും വൈദ്യുതിക്കും കൂടി 300 TMC ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഇതും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ മലബാർ തന്നെ ജലവൈദ്യുതി പദ്ധതികൾക്ക് ഒരു താല്പര്യം മാനന്തവാടി 80-ൽ തുടങ്ങിയതാണ്. എവിടെ എത്തി? ഇവിടെ എത്തിയില്ല. അതേപോലെ 147 TMC വെള്ളം കാവേരിയിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. അത് മുഴുവൻ കർണാടകയിൽ പോയി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. അത് നമുക്ക് ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നമ്മൾ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തടസ്സം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കത്. നമ്മളിതൊന്നും മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്, നമ്മുടെ വരും തലമുറയ്ക്കായിരിക്കും ഇതിൻ്റെ നഷ്ടം. ഇടുക്കി പ്രോജക്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ 55 പൈസ വരുള്ളൂ. 24 കോടി ചെലവഴിച്ച് കണ്ണമംഗലം പഞ്ചായത്തിലെ കിളിഞ്ഞക്കോടാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. വേങ്ങര, ഊരകം, കണ്ണമംഗലം, AR നഗർ, ഒതുക്കുങ്ങൽ, പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായകരമാവും. നിലവിൽ എടരിക്കോട്, കൂരിയാട് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ഊരകം സുൽത്താൻ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. സബ്സ്റ്റേഷന് സ്ഥലം വിട്ടു നൽകിയവരെ മന്ത്രി ആദരിച്ചു. വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ പ്രസംഗിച്ചു. CCN മലപ്പുറം.